നമുക്ക് ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാലോ. നിങ്ങൾക്ക് ഒരു വിചാരം ഉണ്ടായിരിക്കും, നമ്മൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു എക്സാം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഈ എക്സാമിൽ കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്തൊരു ധാരണയുണ്ടോ? ധാരണ ഉണ്ടെങ്കിൽ ധാരണ ശരിയൊക്കെയാൻ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല, ആ ചെയ്യുന്ന ചോദ്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നുള്ളത് അതിനകത്ത് വലിയൊരു ഫാക്ടറാണ് അല്ലേ. സോ അപ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, നമ്മൾ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കൂടുതൽ ക്വാളിറ്റിയാണ് ഇവിടെ മാറ്റർ ആകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ GIB എക്സാം എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ GIBയുടെ റിസൾട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ച് കാണുമായിരിക്കും. കുറേ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിക്കാണും, കുറച്ച് കുട്ടികൾക്ക് അവർ എക്സ്പെക്ട് ചെയ്ത പോലെ അത്രയൊരു പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ അത്രയൊരു റിസൾട്ട് കിട്ടിക്കാണത്തില്ല. സോ എന്താണ് എനിക്ക് പറ്റിയ തെറ്റ് എന്ന് ഈ GIB എഴുതിയുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു എക്സാം എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു എക്സാം ഹോളിലേക്ക് കയറി ചെല്ലുകയാണ്. നമുക്കറിയാം നമ്മുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ഡെഫിനറ്റ്ലി ഓൺലൈൻ സിസ്റ്റത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരും. അപ്പോൾ നിങ്ങൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ 3 സബ്ജക്റ്റിൽ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് തന്നെയായിരിക്കും എക്സാമിന് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ മാക്സിമം പെർസെൻറ്റേജിൽ സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ചാടിക്കയറി എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്യാം? ഉത്തരങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവിടെ ഗസ് വർക്ക് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ചോദ്യം വായിക്കുന്നു, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ ഇതായിരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? മാർക്ക് ചെയ്ത് കളയും. അപ്പം നിങ്ങൾക്ക് അവിടെ ടെൻഷൻ, എനിക്ക് ഈ 25 ചോദ്യം ചോദിച്ചതിനകത്ത് എനിക്ക് ചിലപ്പോൾ ഒരു 4 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം ചിലപ്പോൾ അറിയത്തുള്ളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിലെ ടെൻഷൻ എന്താണ്? 25 ചോദ്യം ഞാൻ ഈ 4 എണ്ണം ചെയ്തുള്ളൂ, ബാക്കി അത്രയും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ടെൻഷൻ നിങ്ങളെ എങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾ ചെയ്ത 4 എണ്ണം 100% കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആക്യുറേറ്റുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 3 എണ്ണം കൂടെ ചെയ്തേക്കാം, ചുമ്മാ ഒരു കറക്റ്റ് ഉത്തരം 4 എണ്ണം കൂടെ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു 3-4 ചോദ്യം കൂടെ എന്ത് ചെയ്യും? ഗസ് വർക്ക് നടത്തും. അപ്പോൾ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ കറക്റ്റായിട്ട് ചെയ്ത ഈ 4 എണ്ണത്തിൽ നിന്ന് സ്കോർ എന്ത് ചെയ്യും? പൊക്കോണ്ടേയിരിക്കും. അത് വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ആ ക്വസ്റ്റിനെ വൃത്തിക്ക് വായിച്ച് നോക്കാം. ഇപ്പോൾ 25 ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ 25 ചോദ്യത്തിനും കൂടി നമുക്കൊന്ന് ക്വിക്കായിട്ട് ഓടിച്ചു വിടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എനിക്ക് സ്ട്രോങ് ആയിട്ട് അറിയാമെന്നുള്ളൊരു ധാരണ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ആ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ ഫോക്കസ് ചെയ്ത് നോക്കുക. അപ്പം ആ ചോദ്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. സോ അതിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? വളരെ ലെങ്തി ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ അപ്രോച്ച് ചെയ്യാവുള്ളൂ. ചിലപ്പം ഈ ചെയ്യാൻ നിങ്ങൾ സെലക്ട് ചെയ്ത് എനിക്കറിയാമെന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാൻ എടുത്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പോലും ചിലതെന്താണ് വളരെ ലെങ്തി ആയിട്ട് ചെയ്ത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ചെയ്താലേ ചിലപ്പോൾ ഉത്തരം കിട്ടുള്ളൂ. അത്തരം ചോദ്യങ്ങളാണ് നിങ്ങൾ ആദ്യം എടുത്ത് വെക്കുന്നെങ്കിൽ അവിടെ ഒരു പണി കിട്ടും. കാരണം എന്താണ്? മറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ സമയം കിട്ടാതെ വരികയും അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികൾക്ക് സംഭവിക്കാറുണ്ട്. സോ അപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ എന്നൊരു ഓപ്ഷൻ അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാർക്ക് ഫോർ റിവ്യൂ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക കേട്ടോ. ഇനി ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾ സ്റ്റെപ്സ് എഴുതി വന്നു, ഒരു സ്റ്റെപ്പിൽ വന്നപ്പോഴത്തേന് ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നു. സോ എൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ദെൻ ബാക്കി അറിയാവുന്ന എല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിലേക്ക് തിരിച്ചു വന്ന് ടൈം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാതെ ഒരു ചോദ്യത്തിൻ്റെ പുറത്ത് കുറേ സമയം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. ആകെപ്പാടെ ടെൻസ്ഡ് ആവും. ടൈമർ നോക്കുമ്പോഴത്തേക്കും ടൈമർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് നിങ്ങളെ ടെൻസ്ഡ് ആക്കും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആക്യുറസിയാണ് മാറ്റർ ആയിട്ടുള്ളത്. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് പറയേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്തരം ജെയ് പോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിനകത്ത് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അതേസമയം കീം എക്സാമിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 75 ചോദ്യം മാത്സിൽ ചോദിച്ചാൽ തന്നെ ഈ 75 ചോദ്യത്തിനകത്ത് നിങ്ങൾ കുറഞ്ഞതൊരു 65-70 എണ്ണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ? മാർക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ, റാങ്ക് നല്ലപോലെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടെ വ്യത്യാസമുണ്ട്. ജെയ് എന്ന് പറഞ്ഞൊരു ലോ സ്കോറിംഗ് എക്സാമാണ്, കീം എന്ന് പറയുമ്പോൾ ഒരു ഹൈ സ്കോറിംഗ് എക്സാമുമാണ്. അപ്പോൾ ലോ സ്കോറിംഗ് എക്സാം ആയതുകൊണ്ട് തന്നെ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വളരെ ആക്യുറസിയോടുകൂടി ചെയ്യുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളിവിടെ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ വിജിലൻ്റ് ആയിരിക്കണം. ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പം ഏത് ചോദ്യത്തിന് ഞാൻ ആദ്യം എടുക്കണം, ഈ ചോദ്യം എടുത്താൽ എനിക്ക് സമയം കിട്ടുമോ എന്നുള്ളതൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതിനുവേണ്ടിയാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ GIB എഴുതിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പല കുട്ടികൾക്കും മനസ്സിലായി കാണുമായിരിക്കും അല്ലേ, എങ്ങനെയാണ് ഒരു എക്സാമിന് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കണം. ഇനിയും വരുന്ന എക്സാമുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാം. ഇപ്പം നിങ്ങൾ ഈ ഒരു അപ്രോച്ച് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് അത്ര ഒരു എഫക്റ്റീവായിട്ടുള്ള സ്കോർ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, അടുത്ത എക്സാമിന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അപ്രോച്ച് ഒന്ന് മാറ്റി
പിടിക്കുക, വേറൊരു രീതിയിൽ എന്ത് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ ഫിസിക്സ് ആയിരിക്കും ആദ്യം ചെയ്യാൻ എടുത്തത്, ചിലപ്പോൾ കെമിസ്ട്രി എടുക്കുക ആദ്യം ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനി വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരു ടൈമർ വെച്ച് എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ്സിൻ്റെ ഒരു ടൈമർ അല്ലെങ്കിൽ 10 മിനിറ്റ്സിൻ്റെ ഒരു ടൈമർ വെച്ചിട്ട്, അപ്പോൾ 10 മിനിറ്റ്സിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 8 ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. അപ്പോൾ ഈ 10 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് 8 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ടൈമറിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുകയാണെങ്കിൽ എക്സാം ഹോളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സാമിൻ്റെ മറ്റൊരു കാര്യമാണ് സ്പീഡ്. ആക്യുറസി വേണം, അതോടൊപ്പം തന്നെ സ്പീഡും വേണം അല്ലേ. എനിക്ക് ഈ ചോദ്യം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ബോർഡ് എക്സാം എഴുതുന്ന പോലെ എല്ലാ സ്റ്റെപ്പും ഒക്കെ എഴുതി ലാസ്റ്റ് 2 വര വരയ്ക്കുന്നതും വരെ ഉത്തരം കിട്ടിയിട്ട് മാർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അല്ലേ. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് സ്പീഡ് വളരെ മാറ്ററാണ് അല്ലേ. ഇപ്പോൾ സ്പീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് നമുക്ക് വേണം. അപ്പോൾ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ വളരെ സ്പീഡ് എന്ത് ചെയ്യുക, ചെയ്തു പോകുക. അപ്പോൾ ബോർഡ് എക്സാമിന് എഴുതുന്ന പോലെ അല്ല നമ്മൾ ചെയ്യേണ്ടത്, വളരെ ഹാർഡ് വർക്കിനേക്കാളും ഉപരി നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്കാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് വേയിൽ ആ പ്രോബ്ലത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാം എഴുതുന്ന സമയത്ത് ഒരിക്കലും പെന്നും പേപ്പറും മാക്സിമം എടുക്കാതെ എന്ത് ചെയ്യുക, ഉത്തരം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒക്കെ അതിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മൈൻഡിൽ തന്നെ ആദ്യം എന്ത് ചെയ്യണം, ഒന്ന് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഏത് ഫോർമുലയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത്, ആ ഫോർമുല ഉപയോഗിച്ചാൽ ഡയറക്റ്റ് എന്തെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് മനസ്സിലാദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആ കിട്ടുന്ന വാല്യൂസ് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പേപ്പറിലേക്ക് എഴുതാവുള്ളൂ. അല്ലാതെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഓരോ സാധനവും നമ്മൾ പേപ്പറിലേക്ക് എഴുതി സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഇവിടെ നഷ്ടപ്പെട്ടു പോകും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് നല്ലപോലെ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ വരുന്ന മോക്ക് എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. സോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.